Hello guys, this is Harita. Welcome back to our channel. So happy Independence Day everyone. വിച്ചുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടനെ ഞാൻ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്ത് താഴെ റിസപ്ഷനിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ഫാദറിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടാവും എല്ലാ ഇവൻറ്റിനും. അപ്പോൾ നമ്മളെല്ലാവരും വരാറുണ്ട് കേട്ടോ. അങ്ങനെ റിസപ്ഷനിൽ ഞാൻ വന്ന നേരത്ത് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രാജ്വലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരുവിധം എല്ലാ മെമ്പേഴ്സും എല്ലാ ഇവൻറ്റിനും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായി വന്നു. ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എന്ത് ഡ്രസ്സ് ഇടുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ വൈറ്റ് ചുരിദാറില്ല, സാരിയില്ല, ഒന്നുമില്ല. അവസാനം ഞാനൊരു വൈറ്റ് ജീൻസും ഒരു തരം എന്തോ ഒരു കളർ ടീഷർട്ടും ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാൻഡെല്ലാം റെഡി ചെയ്ത് നിന്നു. ഗസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് നമ്മുടെ ഫാദറിൻ്റെ ഫോമർ സ്റ്റുഡൻ്റാണെന്ന്. അത് ഒരു ലേഡിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ലേഡി ഫിഗേഴ്സ് വരുമ്പോഴാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നത്. ആണുങ്ങൾ വരുന്നത് മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇടയ്ക്ക് പെണ്ണുങ്ങളേനെയും കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം പെൺകുട്ടികൾക്കും അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ, വലുതാവുമ്പോൾ എനിക്ക് ഇന്നതാവണം എന്നൊരു തോട്ടൊക്കെ വരുന്നത് ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ്. അങ്ങനെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേട്ടോ ഒഫീഷ്യൽ ഫങ്ഷൻ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഗസ്റ്റിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ട് 2-3 സോങ്ങൊക്കെ പാടി ഒഫീഷ്യൽ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാ വർഷവും ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫങ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ 1 to 12 അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവാറില്ല. അപ്പോൾ യൂഷ്വലി ഒരു 6th to 12th അല്ലെങ്കിൽ 1 to 8 ആണ് എല്ലാ ഫങ്ഷനും കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഈ വർഷം ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് 1 to 12 അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള മക്കളും കാണണ്ടേ ഇതൊക്കെ, അവരും പഠിക്കണ്ടേ ഇതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഫാദറിൻ്റെ സ്പീച്ചും നമ്മുടെ ഗസ്റ്റിൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞു. ഗസ്റ്റിൻ്റെ സ്പീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പുള്ളിക്കാരി സാധാരണ ഗസ്റ്റിനെ പോലെ അവരുടെ കഥകളോ അല്ലെങ്കിൽ ചരിത്രങ്ങളോ ഒന്നുമല്ല പറഞ്ഞത്. പുള്ളിക്കാരീനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതും ശരിക്കും ഭയങ്കര മോട്ടിവേഷണലായിരുന്നു. അങ്ങനെ ഒഫീഷ്യൽ ഫങ്ഷൻ കഴിഞ്ഞു. നമ്മുടെ മക്കളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മക്കളുടെ പ്രോഗ്രാം എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ആർദ്രേൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഡാൻസും അതേപോലെ കുറേ മക്കളുടെ പാട്ടുകളോ എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആണ് അവിടെ. ടീച്ചേഴ്സിൻ്റെയും മക്കളുടെ എഫേർട്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര അടിപൊളി ഇവൻറ്റുകളെല്ലാം സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. അപ്പോൾ 2 സ്കിറ്റും കുറേ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാൻ മാത്രം അടിപൊളിയായിരുന്നു. ഒന്നും മോശമായിട്ടുള്ള ഒരു പ്രോഗ്രാമും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിൽ സ്കൂൾ ലീഡർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വിച്ചുട്ടൻ്റെ ക്ലാസ്സിലെ പിള്ളേരാട്ടോ പോകുന്നത്. വിച്ചുട്ടനെ ഞാൻ കണ്ടേയില്ല. അപ്പോഴാണ് അവൻ കുറേ ഹായ് പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് സ്വീറ്റ്സ് തന്നു. പേടയാണ് കേട്ടോ തന്നെ. അപ്പോൾ കിൻഡർ ഗാർഡനിലെ വിച്ചുവിൻ്റെ ടീച്ചേഴ്സായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഫാദർ നമുക്ക് എല്ലാ മീറ്റിങ്ങിനും ഒരു ചായയും കട്ട്ലറ്റൊക്കെ തരും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കഫറ്റേരിയ പോയപ്പോഴാണ് ആർദ്രക്കുട്ടിയും ഉള്ള അച്ഛനും അമ്മയും വന്നു കേട്ടോ. എൻ്റെ പല വീഡിയോസിൻ്റെ അടിയിലും കമൻസ് വരാറുണ്ട് ആർദ്രേൻ്റെ അച്ഛനെയും അമ്മേനെയും കാണിക്കുമോ. അപ്പോൾ ഇതാണ് ആർദ്രേൻ്റെ അച്ഛനും അമ്മയും. ഗ്രീൻ ചുരിദാർ ഇട്ടതാട്ടോ അമ്മ. അപ്പം അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞു. വിച്ചുട്ടനെ തിരിച്ച് ഞാൻ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.